ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ, തൃപാദം ശരണം, തൃപാദം ശരണം, തൃപാദം ശരണം. എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് കാത്തരുളണേ ഭഗവാനേ. ഞാൻ ആനന്ദവല്ലി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം. ധനു 11-ാം തീയതി, ഈ വർഷം 2023 ഡിസംബർ 27-ാം തീയതി മണ്ഡലവിളക്ക് ഉത്സവം അഥവാ മണ്ഡലപൂജ. മണ്ഡലപൂജയുടെ സന്ദർഭത്തിലാണ് അയ്യപ്പസ്വാമിയുടെ കഥ നാം നോക്കുന്നത്. തങ്ക അങ്കി അണിഞ്ഞ ഭഗവാന്റെ ദർശനം മഹാപുണ്യമാണ്. അയ്യപ്പന്റെ കഥയുടെ ആദ്യ ഭാഗം ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം. ഇനി നമുക്ക് തുടരാം. പന്തളം രാജാവ് പത്നിയുടെ തലവേദന മാറുന്നതിനു വേണ്ടി വൈദ്യൻ പുലിപ്പാൽ ആവശ്യപ്പെട്ടത് അനുസരിച്ച് ഭടന്മാരെ പുലിപ്പാലിനായി കാട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ അധികം താമസിയാതെ വെറും കൈയുമായി പോയ ഭടന്മാർ തിരിച്ചു വന്നു. ഇനി എന്താണ് ചെയ്യുക? ഇതു കണ്ട് മണികണ്ഠൻ മുന്നോട്ട് വന്നു. എന്നാൽ ബാലനായ മണികണ്ഠനെ കാട്ടിലേക്കു പറഞ്ഞയക്കാൻ വളർത്തച്ഛനായ രാജാവിന് മനസ്സുണ്ടായില്ല. അദ്ദേഹം വിലക്കി. എന്നാൽ മണികണ്ഠൻ അമ്മയുടെ ദീനം മാറ്റേണ്ടത് പുത്രന്റെ കടമയാണെന്ന് വാദിച്ച് വാശി പിടിച്ച് രാജാവ് നിവർത്തിയില്ലാതെ വിഷമത്തോടുകൂടിയാണെങ്കിലും അവസാനം സമ്മതം മൂളി. ഭടന്മാരെ സഹായത്തിന് അയക്കാമെന്ന് രാജാവ് പറഞ്ഞു. എന്നാൽ മണികണ്ഠൻ പറഞ്ഞു, ആളുകൾ സംഘമായി ചെന്നാൽ പുലികൾ വരികയില്ല, അതുകൊണ്ട് പുലിപ്പാൽ ലഭ്യമാവുകയുമില്ല. അങ്ങനെ മണികണ്ഠൻ തനിച്ച് കാട്ടിലേക്ക് യാത്രയാകാൻ ഒരുങ്ങി. ആ സമയത്ത് രാജാവ് ശ്രീ പരമേശ്വരനെ സങ്കൽപ്പിച്ച് 3 കണ്ണുള്ള ഒരു നാളികേരം മണികണ്ഠന്റെ കൈവശം കൊടുത്ത് മണികണ്ഠനെ യാത്രയാക്കി. ശബരിമലയ്ക്ക് പോകുന്ന ഭക്തരായ അയ്യപ്പന്മാർക്ക് നാളികേരം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ ഉത്ഭവം ഇങ്ങനെയാണെന്ന് നാം മനസ്സിലാക്കുന്നു. കഥയിലേക്ക് വരാം. മണികണ്ഠൻ വനത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ശിവഭഗവാന്റെ ഭൂതഗണങ്ങൾ മണികണ്ഠന്റെ കൂടെ ചേർന്നു. യാത്രാമധ്യേ സംഭാഷണത്തിനിടെ മഹിഷിയുടെ അതിക്രമങ്ങളെപ്പറ്റി ഈ ഭൂതഗണങ്ങൾ മണികണ്ഠനോട് പറഞ്ഞു. ഇതു കേട്ട് ധർമ്മബോധമുള്ള മണികണ്ഠൻ ക്രോധിതനായി മഹിഷിയോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. മഹിഷിയെ ആക്രമിച്ചു. അവളെ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. തുടർന്ന് ഘോര യുദ്ധം നടന്നു. മഹിഷി അസുരവംശത്തിൽപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് പല മായകളും പ്രവർത്തിക്കാനും അപ്രത്യക്ഷമാകാനും പല രൂപങ്ങൾ ധരിക്കാനും എല്ലാം കഴിയും. ഇതിനനുസരിച്ച് മണികണ്ഠൻ അവളോട് യുദ്ധം ചെയ്തു. ഈ യുദ്ധം കണ്ട് ത്രിലോകവും ഭയന്നു വിറച്ചു. ദേവന്മാർ പോലും ഭയന്നു വിറച്ചു. അവസാനം മണികണ്ഠൻ മഹിഷിയെ ചുഴറ്റി വലിച്ചെറിഞ്ഞു. അവൾ ചെന്ന് അഴുതാ നദീ തീരത്ത് പതിച്ചു. താഴെ വീണുകിടക്കുന്ന മഹിഷിയുടെ മാറത്തു കയറി നിന്ന് താണ്ഡവ നൃത്തം ചെയ്യുന്ന മണികണ്ഠനെ കണ്ട് എല്ലാവരും ഭയന്നു വിറച്ചു. ദേവന്മാർ പോലും ഇതു കണ്ട് വല്ലാതെ ഭയന്നു. തന്നോട് യുദ്ധം ചെയ്യുന്നത് ഹരിഹരസുതനാണെന്ന് മഹിഷിക്ക് മനസ്സിലായി. വിഷ്ണുവിനും ശിവനും പിറന്ന പുത്രനാണിതെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ അവൾ മരണത്തിന് കീഴടങ്ങി.
മഹിഷിയുടെ നിഗ്രഹം കണ്ട് ദേവീ ദേവന്മാർ ഒരുപാട് സന്തോഷിച്ചു. ഈ സംഭവങ്ങളെല്ലാം എരുമേലിയിലുള്ള ഒരു ചെറിയ ഗ്രാമമായ കാളകെട്ടിയിൽ നിന്നുകൊണ്ട് പരമശിവനും വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും ദർശിക്കുന്നുണ്ടായിരുന്നു. കാളകെട്ടി എന്ന പേര് ഈ സ്ഥലത്തിന് വന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ശിവഭഗവാൻ തൻ്റെ വാഹനമായ നന്ദിയിൽ അവിടെ വന്ന് ഇറങ്ങിയതുകൊണ്ടാണ് ആ പ്രദേശത്തിന് കാളകെട്ടി എന്ന പേര് വന്നത്. മഹിഷിയിലേക്ക് തിരിച്ചു വരാം. മഹിഷിയെ വധിച്ചപ്പോൾ മഹിഷിക്ക് അതൊരു അനുഗ്രഹമായി തീർന്നു. എങ്ങനെയാണത്? അത് മനസ്സിലാക്കാൻ മഹിഷിയുടെ പൂർവജന്മത്തെക്കുറിച്ച് മനസ്സിലാകണം. പൂർവജന്മത്തിൽ മഹിഷി ദത്താത്രേയ മഹർഷിയുടെ പത്നിയായിരുന്നു. പേര് ലീല. ദത്താത്രേയ മഹർഷി ഇഹലോകം വെടിയാനുള്ള സമയമായപ്പോൾ ആ വിവരം പത്നിമാരോട് പറഞ്ഞു. എന്നാൽ പത്നിയായ ലീല ഇത് എതിർത്തു. ലീല എതിർത്തപ്പോൾ കോപം വന്ന് മഹർഷി ലീലയെ ശപിച്ചു. ആ ശാപത്തിൻ്റെ കാരണമായാണ് അവൾ മഹിഷിയായി ജനിച്ചത്. ഇപ്പോൾ ശാപമോക്ഷം ലഭിച്ചപ്പോൾ അവൾ അതിസുന്ദരിയായ ഒരു സ്ത്രീയായി മാറി. തനിക്ക് ശാപമോക്ഷം തന്ന മണികണ്ഠൻ തന്നെ പത്നിയായി സ്വീകരിക്കണമെന്ന് അവൾ മണികണ്ഠനോട് ആവശ്യപ്പെട്ടു. എന്നാൽ മണികണ്ഠൻ കോപിക്കാതെ മറ്റൊരു രീതിയിൽ ഒഴിവായി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? തനിക്കിവിടെ ഒരു ക്ഷേത്രമുണ്ടാകും. ആ ക്ഷേത്രത്തിൽ കന്നി അയ്യപ്പന്മാർ വരാതിരിക്കുന്ന വർഷം ഞാൻ നിന്നെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പുകൊടുത്തു. ഇവരെയാണ് മാളികപ്പുറത്ത് അമ്മയായി എല്ലാവരും വണങ്ങുന്നത്. ഇതെല്ലാം നടക്കുമ്പോൾ മണികണ്ഠന് 12 വയസ്സ് മാത്രമായിരുന്നു. മഹിഷി വധത്തിനു ശേഷം ശ്രീ പരമേശ്വരൻ മണികണ്ഠന്റെ മുന്നിൽ പ്രത്യക്ഷനായി. മണികണ്ഠനോട് പറഞ്ഞു, നിന്റെ ഒരു കർത്തവ്യം കഴിഞ്ഞു, മറ്റൊരു കർത്തവ്യം കൂടി നിനക്ക് ഉണ്ട്. മണികണ്ഠൻ ഭഗവാനോട് തൻ്റെ മാതാവിൻ്റെ അസുഖത്തെക്കുറിച്ചും പിതാവിൻ്റെ വിഷമത്തെക്കുറിച്ചും അറിയിച്ചു. അപ്പോൾ ശ്രീ പരമേശ്വരൻ ദേവേന്ദ്രനെ മണികണ്ഠന്റെ സഹായത്തിനായി നിയോഗിച്ചു. ദേവേന്ദ്രൻ ഒരു പുലിയുടെ രൂപത്തിൽ വന്ന് മണികണ്ഠനെ പുറത്തു കയറ്റി രാജധാനിയിലേക്ക് നടന്നു. അപ്പോൾ ദേവലോകത്തുള്ള മറ്റു ദേവന്മാരും ദേവസ്ത്രീകളും മറ്റു പുലികളായും പെൺപുലികളായും ഇവരെ അനുഗമിച്ചു. ഇവരുടെ വരവു കണ്ട് നാട്ടിലുള്ള ജനങ്ങൾ ഭയന്നു വിറച്ച് അവരവരുടെ ഗൃഹങ്ങളിൽ അഭയം പ്രാപിച്ചു. പുലിയുടെ പുറത്തു കയറി വരുന്ന മണികണ്ഠനെയും കൂടെ വരുന്ന പുലി കൂട്ടത്തെയും കണ്ട് രാജാവ് അമ്പരന്നു. അതേസമയം നേരത്തെ രാജാവിനു മുൻപിൽ പ്രത്യക്ഷനായ സന്യാസി ഉണ്ടല്ലോ, ആ സന്യാസി വീണ്ടും ഇവിടെ പ്രത്യക്ഷപ്പെട്ട് മണികണ്ഠന്റെ യഥാർത്ഥ പൊരുൾ രാജാവിന് മനസ്സിലാക്കി കൊടുത്തു. മണികണ്ഠൻ പുലിപ്പുറത്തു നിന്ന് ഇറങ്ങി പിതാവായ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, അമ്മയുടെ അസുഖം മാറ്റാൻ വേണ്ടുവോളം പുലിപ്പാൽ ഇപ്പോൾ എടുക്കാം. രാജാവിന് വലിയ പശ്ചാത്താപമുണ്ടായി. പശ്ചാത്താപ വിവശനായ രാജാവ് അയ്യപ്പന്റെ കാലിൽ വീണ് മാപ്പപേക്ഷിച്ചു. ദിവാനെ ശിക്ഷിക്കാനായി ഒരുങ്ങി. ആ സമയത്ത് ശ്രീ അയ്യപ്പൻ ഇങ്ങനെ പറഞ്ഞു, എല്ലാം ദൈവഹിതമാണ്, ആരെയും ശിക്ഷിക്കേണ്ട ആവശ്യം ഇല്ല. എൻ്റെ കർത്തവ്യങ്ങളെല്ലാം കഴിഞ്ഞു, ഞാൻ ദേവലോകത്തേക്ക് മടങ്ങുകയാണ്. എന്നോട് കാണിച്ച സ്നേഹത്തിൽ ഞാൻ സന്തുഷ്ടനാണ്. എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചുകൊള്ളൂ. ഇതു കേട്ട് രാജാവ് മണികണ്ഠന്റെ ഓർമ്മയ്ക്കായി ഒരു ക്ഷേത്രം പണിയണമെന്നും അതിന് ഉചിതമായ സ്ഥലം കാണിച്ചു തരണമെന്നും പറഞ്ഞു. അപ്പോൾ മണികണ്ഠൻ വില്ല് കുലച്ച് ഒരു അമ്പ് എയ്തു. ആ അമ്പ് എവിടെയാണ് ചെന്ന് പതിച്ചത്? പണ്ട് ശബരി തപസ്സു ചെയ്ത ആ പ്രദേശത്താണ് ചെന്ന് പതിച്ചത്. അങ്ങനെയാണ് ഈ മലയ്ക്ക് ശബരിമല എന്ന പേര് ലഭിച്ചത്. ഈ സ്ഥലത്ത് ക്ഷേത്രം പണിഞ്ഞു കൊള്ളാനും തൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നും തന്നെ ദർശിക്കാൻ 3 കണ്ണുള്ള
നാളികേരത്തിൽ നെയ്യൊഴിച്ച് കൊണ്ടുവരുന്ന ഭക്തർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്നും പറഞ്ഞു. ഇത്രയും പറഞ്ഞ് മണികണ്ഠൻ അപ്രത്യക്ഷനായി. പിന്നീട് രാജാവ് അഗസ്ത്യമുനിയുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്ത് ക്ഷേത്രത്തിനായി തറക്കല്ലിട്ടു. ക്ഷേത്രം പണി കഴിച്ചു. രാജ്യഭരണമെല്ലാം അവസാനിച്ചു. പിന്നീട് കാലാകാലങ്ങളിൽ ക്ഷേത്രം നവീകരിക്കപ്പെടുകയും ഇന്നു കാണുന്ന അവസ്ഥയിലാവുകയും ചെയ്തു. അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിന് അടുത്തു തന്നെ പ്രത്യേകമായി വേറൊരു മതിൽക്കെട്ടിനുള്ളിൽ മാളികപ്പുറത്ത് അമ്മയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ. ഈ ക്ഷേത്രത്തിൽ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ദർശനം ചെയ്യാം. 10 വയസ്സിനു മേൽ 50 വയസ്സിനുള്ളിൽ ഉള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. മണ്ഡലപൂജയുടെ ഈ ഉത്സവകാലത്ത് നാമും അയ്യപ്പസ്വാമിയെ വളരെ വന്ദനയോടുകൂടി വണങ്ങി സ്വാമിക്ക് ശരണം വിളിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം നമോ ഭഗവതേ വാസുദേവായ.